അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇന്നത്തെ റെസിപ്പി വെണ്ടക്ക മുളകിട്ടത്. അടിപൊളി ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: അരിഞ്ഞു വെച്ച തക്കാളി, കുഞ്ഞുള്ളി ചതക്കിയത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ ഉലുവ പൊട്ടിക്കാം. ഉലുവ പാകമായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം. കൂടെ തന്നെ തക്കാളി, പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയം തീ കുറച്ച് വെക്കാൻ ശ്രമിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി മുളക് പൊടിയേക്കാട്ടിൽ കുറച്ച് ഏറെ തന്നെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് ഏറെ ഇടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ, പെരിഞ്ജീരകപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വെണ്ടക്ക പെട്ടെന്ന് വേവുന്നൊരു സാധനം ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അല്പസമയം മൂടി വെച്ച് വേവിക്കാം. വെള്ളം വറ്റി പാകമായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെണ്ടക്ക മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.